നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ നാൾതോറും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതസമയത്ത് ഈ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിലായിരിക്കാനും നിന്നെ ധ്യാനിക്കുവാനും നിന്നോടൊപ്പം ദൈവവചനങ്ങളെ ഗ്രഹിക്കുവാനും ഇടയായതിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. രാത്രിയിൽ കൂടെ ഇരുന്ന ആ വലിയ കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. യാചിപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും എന്നരുളിയ നാഥ, ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും മുട്ടുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അഭയയാചനകൾക്ക് അവിടുന്ന് മറുപടി നൽകി ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സകല രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപാര കാലത്ത് നീ രോഗികളെ കണ്ട് തൊട്ട് സൗഖ്യം നൽകിയ പോലെ ഞങ്ങളുടെ രോഗികളെ കാണുകയും തൊടുകയും അദൃശ്യമായതിൻ്റെ വലതുകരം നീട്ടി അവരെ വാഴ്ത്തി സൗഖ്യമാക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിക്കുന്ന മരുന്നുകളിലൂടെ അദൃശ്യമായി നീ പ്രവർത്തിക്കണമേ. അവരെ ശുശ്രൂഷിക്കുന്ന കരങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പലവിധമായ പരീക്ഷകൾ അകപ്പെടാതെ നിന്റെ മാർഗത്തിലൂടെ സഞ്ചരിപ്പാൻ അവരെ നീ പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കാത്തു പരിപാലിക്കുവാനും ശുശ്രൂഷിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ സഭയ്ക്കും സഭയുടെ മേലധ്യക്ഷനും മേൽപ്പട്ടക്കാർക്ക് വേണ്ടിയും പട്ടക്കാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിന്റെ പരിശുദ്ധാത്മ നൽവരം അവർക്ക് നൽകി അവരെ വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവിടെ കൂടിയിരിക്കുന്ന സകലർക്കും അവർ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൂടെയിരുന്ന് സഹായിക്കണമേ. ഇടം കൈ വലം കൈയും ചെയ്യുന്ന സകല നന്മകൾക്ക് മറുപടി നൽകി അവരെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വാങ്ങിപ്പോയ ആത്മാക്കളെ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോൻ്റെയും വഴി വസിപ്പിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും ബഹുമാനപ്പെട്ട ആൻഡ്രൂസ് അച്ഛൻ, കുര്യാക്കോസ് അച്ഛൻ, ജോണച്ചൻ, ലിജോമോനച്ചൻ, എന്നെ ശ്രവിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധമായ ഈ അവസരത്തിൽ, ഈ നല്ലൊരു പ്രഭാതത്തിൽ ഇവിടെ നിങ്ങളോടൊപ്പമായിരിക്കാൻ ഇടയായതിൽ ദൈവത്തെ ആദ്യമേ മഹത്വപ്പെടുത്തുകയാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കും ഉപവാസത്തിനും ഓരോ അർത്ഥതലങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് ക്രമീകരിക്കുവാനും ജീവിതങ്ങളെ ഒന്ന് ചിട്ടപ്പെടുത്തുവാനും ജീവിത സാഹചര്യങ്ങളെ ഒന്ന് മാറ്റുവാനുമുള്ള ഒരു അവസരമാണ് ഈ ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറയുന്നത്. ഇന്നിൻ്റെ ലോകത്ത് നാം സഞ്ചരിക്കുമ്പോൾ അത് പലപ്പോഴും നമുക്ക് സാധ്യമാകാതെ വരുന്നു എന്ന് ഒരു നഗ്നമായ സത്യം നമുക്കറിയാം. ഈയിടെ യാദൃശ്ചികമായിട്ട് 90 വയസ്സുള്ള ഒരു അപ്പച്ചനെ കാണാൻ ഇടയായി. അപ്പച്ചനുമായിട്ട് അല്പനേരം സംസാരിച്ചപ്പോൾ അപ്പച്ചൻ്റെ ഉള്ളിലെ നൊമ്പരങ്ങൾ പുറത്തു വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ഛ, ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ഒരു ശരിയായ കാലഘട്ടമല്ല, ഒരു കെട്ട കാലഘട്ടമാണ്. ആ വാക്ക് കേട്ടപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നൊമ്പരമുണ്ടായി. അതെങ്ങനെയാണ് കെട്ട കാലഘട്ടമായിട്ട് മാറുന്നത്? അപ്പച്ചൻ വീണ്ടും തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം വെച്ച് പ്രവൃത്തി വെച്ച് പറയുകയാണ്,
പലപ്പോഴും മനുഷ്യന് തൻ്റെ മൂല്യങ്ങളെ നഷ്ടമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മൂല്യം നഷ്ടമാകുക എന്ന് പറയുന്നത് എല്ലാ തരത്തിലും മൂല്യം നഷ്ടമാകുന്ന ഒരു അവസരത്തിൽ ഈ കാലം നല്ലൊരു കാലഘട്ടമല്ല അച്ഛാ, കെട്ട കാലഘട്ടമാണ്. പഴയ കാലത്ത് നമുക്കറിയാം, പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ഭവനത്തിലുണ്ട്, പ്രാർത്ഥനയുടെ അന്തരീക്ഷം ആ കുടുംബാംഗങ്ങൾക്കുണ്ട്, ദൈവാലയവുമുള്ള ബന്ധം അവർക്കുണ്ട്. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ അതൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കെട്ട കാലഘട്ടത്തെക്കുറിച്ചും അതിലൂടെ നാം എങ്ങനെയാണ് പുതിയ ജീവിതത്തിലേക്കും പുതിയ തലമുറയും വാർത്തെടുക്കേണ്ടതെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു, ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആമുഖമായി പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും ഉപവാസത്തിനും ഒരു ആവശ്യം കാണും, അല്ലെങ്കിൽ അതിനൊരു ലക്ഷ്യം കാണും. അല്പനേരം ധ്യാനിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഒരു വലിയ വേദഭാഗമാണ്, ഒരു അധ്യായമാണ്. ആ അധ്യായത്തിൻ്റെ ഒരു പൊരുൾ എന്ന് പറയുന്നത്, തൻ്റെ കീഴ്ജോലിക്കാരന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രാജാവ്. തനിക്ക് പറ്റിയ വീഴ്ചകളെ അദ്ദേഹം അത് മനസ്സിലാക്കുന്നു. അതിലൂടെ അദ്ദേഹം ആ വ്യക്തിക്ക് വേണ്ടി, ആ ദാസന് വേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഒരു ജീവിതം, പുതിയ ജീവിതം അദ്ദേഹത്തിന് ലഭിക്കുന്നു. നമുക്കറിയാം, ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ കീഴുദ്യോഗസ്ഥൻ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നല്ലത് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. തെറ്റ് അദ്ദേഹത്തിന്റെ ഭാഗത്താണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ ഈ ഒരു രാജാവ് തൻ്റെ ഭൃത്യന് വേണ്ടി, ദാസന് വേണ്ടി ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഒരു പുതിയ ജീവിതം അദ്ദേഹത്തിന് നേടിക്കൊടുക്കുന്നു. ഇവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം എന്ന് പറയുന്നത്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായം എന്ന് പറയുന്നത് ദാനിയേൽ പ്രവാചകനെ സിംഹക്കുഴിയിലേക്ക് മറിഞ്ഞു വീഴുന്ന, അല്ലെങ്കിൽ സിംഹക്കുഴിയിലേക്ക് തള്ളപ്പെടുന്ന ഒരു കഥ. അതിലൂടെ സിംഹങ്ങളെ അദ്ദേഹം നോമ്പും ഉപവാസവും പഠിപ്പിക്കുന്നു, പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു കഥ. അതിലൂടെ തന്നെ അവിടെ ആ സമയത്ത് ആ ദേശത്തെ രാജാവായിരുന്ന ദാരിയവേശ് രാജാവും തൻ്റെ ഭൃത്യന് വേണ്ടി, ഈ ദാനിയേൽ പ്രവാചകന് വേണ്ടി ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ 6-ാം അധ്യായം മൊത്തവും വായിക്കുവാനോ ധ്യാനിക്കുവാനോ സമയമില്ല. മറിച്ച് ആ മൊത്തം അധ്യായം 3 ഭാഗമായിട്ട് ഞാൻ തിരിച്ച്, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുമ്പോൾ അത് എളുപ്പമാകാൻ വേണ്ടി 3 ഭാഗമായി തിരിച്ച് അതൊന്ന് ചുരുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ BC 530 രചിക്കപ്പെട്ടതെന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ഒരു ചെറിയ ആശങ്കയിലാണ്. ഇന്നും തീരാത്ത ഒരു തർക്കം പോലെയാണ് അത് മുന്നോട്ട് പോകുന്നത്. വിശുദ്ധ മത്തായി ശ്രീയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഉദ്ധരണി വന്നിട്ടുള്ളതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ കാലത്തും യഹൂദന്മാർ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ ഒരു ലിഖിതമായിട്ട് അവർ സൂക്ഷിച്ചിരുന്നു, പരിപാലിച്ചിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ആ കാലഘട്ടത്ത് മൊത്തം 12 അധ്യായങ്ങളിൽ 9 അധ്യായവും ദാനിയേൽ കണ്ട സ്വപ്നങ്ങളും ദാനിയേൽ പ്രവാചകൻ നൽകിയ അതിൻ്റെ വ്യാഖ്യാനങ്ങളും അദ്ദേഹത്തിന് നേരിട്ട പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. അതിൻ്റെ 6-ാം അധ്യായത്തിൽ മാത്രമാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്, അത്ഭുതം നടക്കുന്നത്. നമുക്കറിയാം, ഒരു ബാലൻ തൻ്റെ വീട്, കുടുംബം, രാജ്യം വിട്ട് ഒരു അടിമയെ പോലെ, പ്രവാസിയെ പോലെ അവിടെ വരികയും നെബൂഖദ്നേസർ രാജാവ് തൻ്റെ രാജ്യത്തിൽ ജാതിയോ മതമോ ഭേദമില്ലാതെ ഒരു മത്സരം നടത്തുകയും അതിലെല്ലാം ഈ ബാലൻ ദാനിയേൽ പ്രവാചകൻ ഉന്നത സ്ഥാനിൽ കടന്നു വന്ന് രാജ്യ പദവിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ്, ചരിത്രമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ചീഫ് സെക്രട്ടറിയുടെ സ്ഥാനമാണ് അന്ന് ദാനിയേൽ പ്രവാചകന് നൽകിയിരുന്നത്. ഈ കഥാവിശേഷം നടക്കുന്നത് മെധ്യാനിയനായ ദാരിയവേശ് രാജാവിന്റെ രാജ്യഭരണ കാലത്താണ്. അദ്ദേഹം തൻ്റെ രാജ്യഭരണം ഏറ്റെടുക്കുന്നത് 62-ാം വയസ്സിലാണ്. ആഴമായ ഒരു ചരിത്രത്തിലേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല, കാരണം വലിയൊരു അധ്യായമായതുകൊണ്ട് ഈ കുറഞ്ഞ സമയം കൊണ്ട് അത് തീർക്കണമല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഈ ദാരിയവേശ് രാജാവിന് പല ഗുണങ്ങളുണ്ട്, പല പോസിറ്റീവ്സും ഉണ്ട്, അതോടൊപ്പം തന്നെ ഗുണദോഷങ്ങളും ഉണ്ട്. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ അവസരം,
വളരെ ഭംഗിയായി കൊണ്ടുപോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു നല്ല രാജാവാണ്. അതാണ് ആദ്യത്തെ ഭാഗം ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ദാരിയവേശ് രാജാവ് നല്ല ഒരു ഭരണാധികാരിയായിരുന്നു. തൻ്റെ രാജ്യമൊക്കെയും നല്ല രീതിയിൽ ഭരിക്കുവാനും ജനത്തിന് എല്ലാവിധമായ സുഖ സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം എല്ലാവിധമായ ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപന്മാരെയും അവരുടെ മേൽ 3 അധ്യക്ഷന്മാരെയും ദാരിയവേശ് നിയമിക്കുകയാണ്. ഒരു രാജാവ് തൻ്റെ പ്രജകൾക്ക് വേണ്ടി തൻ്റെ പ്രജകൾ എല്ലാവിധമായ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ഒരുവിധമായ ദുഃഖവും കഷ്ടവും അവർക്ക് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി തൻ്റെ രാജ്യമൊക്കെ 120 ചെറിയ ചെറിയ രാജ്യങ്ങളായി അവൻ വിഭജിക്കുകയാണ്. അതിന്മേൽ അധ്യക്ഷന്മാരെയും അതിന് മേൽ 3 പ്രധാന അധ്യക്ഷന്മാരെയും അദ്ദേഹം നിയമിക്കുകയാണ്. അപ്പം നല്ലൊരു ഭരണാധികാരിയുടെ ഒരു നല്ല ഒരു വശമാണ് ആ കാണുന്നത്. കാരണം എപ്പോഴും ജനവുമായിട്ട് സംവേദിക്കാനോ സമ്മേളിക്കുവാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഈ രാജ്യമൊക്കെ ചെറിയ ചെറിയ പ്രൊവിൻസസായി ചെറിയ ചെറിയ ഗ്രാമങ്ങളായി രാജ്യങ്ങളായി തിരിച്ച് അവിടെ എല്ലാം അധ്യക്ഷന്മാരെ നിയമിക്കുന്നു. അതിൽ 3 മേലധ്യക്ഷന്മാർ നിയമിക്കുന്നു. ഈ അധ്യക്ഷന്മാരെല്ലാം ജനങ്ങളുടെ സുഖ സൗകര്യങ്ങൾ അന്വേഷിച്ച് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അറിഞ്ഞ് അത് മേലധ്യക്ഷന്മാരെ അറിയിക്കും. ആ മേലധ്യക്ഷന്മാർ അത് രാജാവിന്റെ സന്നിധിയിൽ എത്തിക്കും. അങ്ങനെ എല്ലാവിധമായ രീതിയിലും തൻ്റെ രാജ്യത്തിന് സുഖ സൗകര്യം വരാൻ വേണ്ടി ജനത്തിന് നേട്ടം കൈവരിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഒരു രാജാവാണ്. യഥാർത്ഥത്തിൽ ഈ രാജാവ് നല്ലൊരു ഭരണാധികാരിയാകുന്നു എന്നതിന് കഴിവും പ്രാപ്തിയും ഉണ്ടായാൽ മാത്രം പോരാ. അതോടൊപ്പം തന്നെ ദൈവ സാന്നിധ്യം വേണം, ദൈവ ആശ്രയം വേണം. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന 3 ഗുണങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിന് നല്ല ആശയവിനിമയം നടത്താനുള്ള കഴിവ് നൽകിയിരുന്നു. ഹി ഹാഡ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. കാരണം തൻ്റെ ജനത്തിൻ്റെ ബുദ്ധിമുട്ട്, തൻ്റെ ജനത്തിൻ്റെ അസൗകര്യങ്ങൾ എല്ലാം നേരിട്ട് ബോധ്യമാകാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ ഈ അധ്യക്ഷന്മാരെ നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ ജോലി ഇച്ചോടെ എളുപ്പമാകും. യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ നാമും ഓരോ അധ്യക്ഷന്മാരാണ്. ദൈവത്തിൻ്റെ അധ്യക്ഷന്മാർ എന്ന നിലയിൽ നമുക്ക് എത്രത്തോളം ദൈവവുമായി കമ്മ്യൂണിക്കേഷൻ നടത്താൻ, ആശയവിനിമയം നടത്താൻ സാധിക്കുന്നുണ്ട് എന്ന് ഓർക്കണം. ഡൽഹി ഭദ്രാസനത്തിലെ കാലം ചെയ്ത പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി തന്റെ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തുകയുണ്ടായി: സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് പ്രാർത്ഥനയിലൂടെ നടക്കുന്നത്. ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി ക്രിയേറ്റർ ആൻഡ് ദി ക്രിയേഷൻ. യഥാർത്ഥത്തിൽ ആ ഒരു സമ്മേളനം, അതോടൊപ്പം തന്നെ ആ ഒരു സംവാദം പലപ്പോഴും ഇന്നിന്റെ കാലത്ത് നമുക്കില്ലാതെ പോകുന്നു. പ്രാർത്ഥിക്കുവാനും ആരാധനയ്ക്ക് സമയം കണ്ടെത്താനും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ദൈവവുമായുള്ള ബന്ധം എങ്ങനെയാണ് നമുക്ക് മുറുക്കുവാൻ സാധിക്കുന്നത്? നാം പലപ്പോഴും യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നു, എല്ലാ കാര്യം കൃത്യമായി എടുത്തു വെക്കുന്നു. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നാം എത്തുവാൻ വേണ്ടി ഒരു മുടക്കവും നമുക്ക് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു യാത്രയിലാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പുരുഷന്മാരുടെ സംസ്കാര ശുശ്രൂഷയിലെ ആദ്യത്തെ ക്രമത്തിന്റെ പ്രമ്യൂസ് സദ്രയിൽ 3-ാം ഖണ്ഡികയിൽ ഇപ്രകാരം വായിക്കുന്നത്: ഈ ലോകത്തിന്റെ വാസം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു താൽക്കാലികമായ വാസമാണ്. ഇത് വിട്ട് നാം ഓരോരുത്തരും നിത്യതയിലേക്ക് നീങ്ങുമ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആയുസ്, സംവത്സരം ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കണം. അതാണ് ഇവിടെ നമുക്ക് പലപ്പോഴും നഷ്ടമാകുന്നത്. ആദ്യത്തെ ഗുണം എന്ന് പറയുന്ന ദാരിയവേശ് ഉണ്ടായിരുന്ന അദ്ദേഹം നല്ലൊരു ആശയവിനിമയം നടത്തിയിരുന്നു. അതിലൂടെ തൻ്റെ രാജ്യത്തിന്, പ്രജകൾക്ക് എല്ലാവിധമായ നന്മകൾ പ്രദാനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, നാം ദൈവത്തെ ഒന്ന് അന്വേഷിക്കുക, ദൈവത്തോട് അടുത്ത് ചെല്ലുക, ദൈവത്തെ തേടുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ എല്ലാ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. പക്ഷേ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എന്ന് മാത്രം. 2-ാമത്തെ ഗുണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് തൻ്റെ സഹജീവിയോട് സഹാനുഭൂതി ഉണ്ടായിരുന്നു. എമ്പത്തി എന്ന് പറയും. തൻ്റെ സഹജീവിയോട് സഹാനുഭൂതി ഉണ്ടാകുക എന്ന് പറയുന്നത് പലപ്പോഴും ഇന്നിൻ്റെ ലോകത്ത് ഇല്ലാതെ പോകുന്നു. അതുകൊണ്ടാണ് ആ പിതാവ് പറഞ്ഞത്, ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു കെട്ട കാലഘട്ടമാണ്.
വഴിയെ പോകുന്ന ഒരാൾ വീണ് കിടന്നാൽ പോലും ഒന്ന് തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം. ആ പിതാവ് വളരെ നൊമ്പരത്തോടെ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞെങ്കിൽ പോലും കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലും ഒരു നൊമ്പരമുണ്ടായി. കാരണം ആ ഒരു കാലഘട്ടത്തിലാണല്ലോ ഞാനും നിങ്ങളും ജീവിക്കുന്നതെന്ന്. പക്ഷെ ഇവിടെ ആ രാജാവിന് തൻ്റെ ജനത്തോട്, തൻ്റെ അധ്യക്ഷന്മാരോട്, മേലധ്യക്ഷന്മാരോട് സഹാനുഭൂതി ഉണ്ടായിരുന്നു. അവരെല്ലാ സുഖ സൗകര്യങ്ങളും രാജ്യമൊക്കെ ഭംഗിയായി നടക്കേണ്ടതിനുമാണ് ഈ കാര്യമെല്ലാം അദ്ദേഹം ക്രമീകരിച്ചത്. ഇസ്രായേൽ ജനതയെ ദൈവം വാഗ്ദത്ത നാട്ടിൽ നിന്ന് കൊണ്ടുവരുമെല്ലാം എല്ലാവിധമായ സുഖ സൗകര്യങ്ങളും അവർക്ക് നൽകിയിരുന്നു. പക്ഷേ ഒരു കാലയളവ് ചെന്നപ്പോൾ, ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർക്ക് ലഭിച്ചതൊന്നും മതിയാകാതെ വരുന്നു. അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും മതിയാകാതെ വരുന്നു. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അങ്ങനെ ദൈവം അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. വീണ്ടും അവർ തിരിഞ്ഞു വരുന്നു. അതേ ഒരു സാഹചര്യത്തിലാണ് നാമും ജീവിക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിയോട് ഒരു സഹാനുഭൂതി ഉണ്ടാകണം. പലപ്പോഴും നമുക്ക് നമ്മുടെ കൂട്ടുകാരോടോ ബന്ധുമിത്രാദികളോട് പിണക്കം ഉണ്ടാകാം, അസൂയ ഉണ്ടാകാം, ദുഃഖം ഉണ്ടാകാം, പിണക്കം ഉണ്ടാകും. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് ദൈവത്തോടൊന്ന് അടുക്കുവാനുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ സഹാനുഭൂതി നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകുന്നത്. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഒരു പൂർണ്ണ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. 62-ാം വയസ്സിൽ അദ്ദേഹം രാജാവായി രാജസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഇത്ര നാൾ ഭരിച്ചവരെ പോലെയല്ല, ഇത്ര നാള് ഈ നാടിനെ നയിച്ചവരെ പോലെയല്ല, വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും എനിക്ക് ചെയ്യണം, ജനത്തെ ഒന്ന് അറിയണം, ജനത്തോടൊപ്പം ആയിരിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹം ഈ ആദ്യത്തെ പറഞ്ഞത് രാജ്യമൊക്കെയും അദ്ദേഹം വിഭജിക്കുന്നത്. അതിലൂടെ കൂടുതൽ അവർക്ക് സുഖ സൗകര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ്, കൂടുതൽ അവരെ അടുക്കുവാൻ വേണ്ടി, അവരുമായി ഒന്ന് സമ്മേളിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണം. അത് ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഏത് അവസ്ഥയിലായാലും ഏത് സാഹചര്യത്തിലായാലും ഒരിക്കൽ പോലും ദൈവത്തിൽ നിന്ന് ഞാൻ മറുതലിച്ചു പോകത്തില്ല. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എല്ലാം ഒന്ന് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇങ്ങനെയാണ് ആദ്യത്തെ ഭാഗം തുടങ്ങുന്നത്. ആദ്യത്തെ ഭാഗത്ത് നാം കണ്ടു ദാരിയവേശ് രാജാവ് തൻ്റെ ജനങ്ങളെല്ലാം സുഖസൗകര്യം അനുഭവിക്കേണ്ടതിന് എല്ലാവിധമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം തൻ്റെ രാജ്യമെല്ലാം ഭംഗിയായി ക്രമീകരിക്കുകയാണ്. നമുക്കറിയാം, ഒരു രാജ്യം ഭംഗിയായി കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഭംഗിയായി പോയി കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ വിള്ളലുകൾ ഉണ്ടാകാം, അതോടൊപ്പം തന്നെ ഭിന്നതകൾ ഉണ്ടാകാം, സംസാരത്തിലാകാം, അധികാരത്തിലാകാം, എല്ലാവിധമായ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്താണ് ഈ ദാരിയവേശിന് ഒരു മനംമാറ്റം വരുന്നത്. അദ്ദേഹം ഇത്രയും നാൾ തൻ്റെ ജനത്തിന് വേണ്ടി അധ്വാനിക്കുന്നു, ജനത്തിന് വേണ്ടി നിൽക്കുന്നു, ജനത്തിനൊപ്പം നിൽക്കുന്ന ഒരു രാജാവ് അവസാനം തനിക്ക് കിട്ടിയ നേട്ടങ്ങളെ ഒന്ന് മറന്നിട്ട് ദൈവത്തിൽ നിന്ന് മറുതലിച്ചു പോവുകയാണ്. അതാണ് രണ്ടാം ഭാഗം അവിടെ ആരംഭിക്കുന്നത്. അദ്ദേഹം വ്യാജമായ പ്രശംസയിൽ വീഴുന്ന ദാരിയവേശ് രാജാവ് വ്യാജമായ പ്രശംസയിൽ വീഴുകയാണ്. 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നുണ്ട്: രാജാവ് ദീർഘായുസുള്ളവനായിരിക്കട്ടെ, രാജാവെ 30 ദിവസത്തേക്ക് തിരുമേനിയോ അല്ലാതെ യാതൊരു ദൈവനോടോ മനുഷ്യനോടോ ആരെങ്കിലും അപേക്ഷ കഴിച്ചാൽ അവനെ സിംഹങ്ങളുടെ കുഴിയിൽ ഇട്ട് കളയുന്ന ഒരു രാജനിയമം ഖണ്ഡിച്ചുകൂടാത്ത രീതിയിൽ അത് ഇറക്കണമെന്ന് പറയുകയാണ്. രാജാവെ, ഇനി 30 ദിവസം ആരും തന്നെ മറ്റൊരു ദേവനെയോ മറ്റൊരു വസ്തുവിനെയോ ഒന്നും ആരാധിക്കാതെ അങ്ങേ മാത്രം ആരാധിക്കണം. ഇതിന്റെ ചരിത്രം എന്ന് പറയുന്നത്, ആദ്യം പറഞ്ഞ പോലെ 3 മേലധ്യക്ഷന്മാരെ നിയമിക്കുകയാണ്. അതിലൊന്ന് ദാനിയേൽ പ്രവാചകനാണ്. ബാക്കിയുള്ള 120 അധ്യക്ഷന്മാരും ഈ 2 പ്രധാന അധ്യക്ഷന്മാരും നോക്കുമ്പോൾ ദാരിയവേശിന് ഏറ്റവും പ്രിയകരനായ രീതിയിൽ സംസാരിക്കുന്നതും കാര്യങ്ങൾ ക്രമമായി കൊണ്ടുപോകുന്നതും ദാനിയേൽ പ്രവാചകനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കണം, അവർക്കെല്ലാം മനസ്സിലാക്കുകയാണ്. അങ്ങനെ മനസ്സിലായപ്പോൾ അവരുള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വരികയാണ്, ഇങ്ങനെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ ഇഷ്ടത്തിന് ഈ രാജ്യം തിരിക്കാനും മറിക്കാനും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ ദാനിയേൽ പ്രവാചകനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, ഇല്ലാതാക്കണം. അങ്ങനെ അവർ ഉപായമെടുക്കുകയാണ്. ഇനി 30 ദിവസത്തേക്ക് ഈ രാജാവ് ഒരു ദേവനെ പോലെ ആകുകയാണ്. അവർ പറയുകയാണ്,
രാജാവാണ് തൻ്റെ ജനത്തിന് ആവശ്യങ്ങൾ നിറവേറ്റുന്നത്. രാജാവാണ് തൻ്റെ ജനത്തിൻ്റെ സുഖസൗകര്യങ്ങൾ നോക്കുന്നത്. രാജാവാണ് എല്ലാവിധമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനി 30 ദിവസത്തേക്ക് അങ്ങേ ഞങ്ങൾ ദൈവമായിട്ട് കാണാൻ പോവുകയാണ്. ആ ദേശത്തിൻ്റെ, ആ ജനത്തിൻ്റെ ദൈവമായിട്ട് ഇനി 30 ദിവസം അങ്ങ് രാജാവായി വാഴണമെന്ന്. അങ്ങനെ വ്യാജമായ പ്രശംസയിൽ ഈ ദാര്യാവേശ് വീഴുകയാണ്. പലപ്പോഴും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വ്യാജമായ പ്രശംസകൾ നാം കേൾക്കാറുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ അതിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന് സംശയമില്ല. രാജാവ് ആലോചിച്ചപ്പോൾ, ശരിയാണ്, ജനം എന്താവശ്യപ്പെട്ടാലും എനിക്ക് ചെയ്തു കൊടുക്കാം. എനിക്ക് സൈന്യമുണ്ട്, ആൾബലമുണ്ട്, ധനസമ്പത്തുണ്ട്, എല്ലാവിധമായ സൗകര്യങ്ങൾ എനിക്ക് ഒരുക്കിയിട്ടുണ്ട്. ഇനി 30 ദിവസം ഈ ജനമെല്ലാം എന്നെ ആരാധിച്ചാൽ എന്താണ് ഒരു കുഴപ്പമെന്ന്. പക്ഷെ അവരുടെ അധ്യക്ഷന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വിചാരം എന്ന് പറയുന്നത്, എങ്ങനെയെങ്കിലും ഈ ദാനിയേൽ പ്രവാചകനെ ആ സ്ഥാനത്ത് നിന്ന് താഴേക്ക് ഇറക്കണം. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായം 36 മുതൽ 54 വരെയുള്ള വേദഭാഗത്ത് യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും സഞ്ചരിക്കുകയാണ്, രോഗികളെ സൗഖ്യമാക്കിയാണ്, വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു, എല്ലാവിധമായ കാര്യം ചെയ്തു വരുമ്പോൾ ബഥാനിയയിലുള്ള ഒരു ഭവനത്തിൽ കടക്കുകയാണ്. അവിടെ കടന്നപ്പോൾ അവിടുത്തെ പരീശന്മാരിൽ പ്രമാണിയായ ശീമോൻ വന്ന് പറയുകയാണ്, അങ്ങ് എൻ്റെ ഭവനത്തിൽ ഇന്ന് രാപ്പാർക്കണം. യഹൂദന്മാരെ പ്രമാണിയായ ശീമോൻ പറയാണ്, ബഥാനിയിലുള്ള അങ്ങ് എൻ്റെ ഭവനത്തിൽ ഇന്ന് രാപ്പാർക്കണം. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാ ശീമോൻ കർത്താവിന്റെ ഭവനത്തിൽ കൊണ്ടുപോയത്? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, എന്തോ അത് അദ്ദേഹം ആഗ്രഹിക്കുകയാണ്, പരീശനായ ശീമോൻ ആഗ്രഹിക്കുകയാണ്, ആ ഗ്രാമത്തിൽ വന്നിട്ട് ക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നു, അടയാളം ചെയ്യുന്നു, എൻ്റെ വീട്ടിൽ വന്ന് ഇത് നേരിട്ട് ചെയ്താൽ എന്താ ഒരു കുഴപ്പം? എനിക്ക് നേരിട്ടൊന്ന് കാണുകയും ചെയ്യാം, അതിലൂടെ എൻ്റെ സ്റ്റാറ്റസും മാറും. നമുക്ക് സുപരിചിതമായിരിക്കുന്ന വാക്കാണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എൻ്റെ സ്റ്റാറ്റസ് ഒന്ന് മാറും. കാരണം കർത്താവ് വഴി നടന്നല്ല അത്ഭുതം ചെയ്യുന്നത്, ഒരു സ്ഥലത്ത് നിന്നുള്ള അത്ഭുതം ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വന്ന്. അപ്പം വരും കാലങ്ങൾ പറഞ്ഞ എന്തുവാ? ഷീമോന്റെ ഭവനത്തിൽ ക്രിസ്തു വന്ന് അവിടെ ഒരു അത്ഭുതം ചെയ്തു. അദ്ദേഹത്തിന് ഷീമോന്റെ പേര് അവിടെ മുകളിൽ കയറുകയാണ്. അങ്ങനെ അദ്ദേഹം ആഗ്രഹിച്ച് ക്രിസ്തുവിനെ തന്നെ ഭവനത്തിൽ ക്ഷണിക്കുന്നുണ്ട്. ക്രിസ്തു സാന്നിധ്യം ഒരു ഭവനത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരുക്കപ്പെട്ട ഒരു ഭവനത്തിൽ മാത്രമാണ് ക്രിസ്തുവിന് അനുഗ്രഹം ലഭിക്കുന്നത്. പുതിയ വീടൊക്കെ നമ്മൾ വെക്കും, അലങ്കരിക്കും. പക്ഷേ ഭവനത്തിൽ കയറി ചെല്ലുമ്പോൾ കട്ടളപ്പടയിൽ ഒരു ഒരു വാചകം നമ്മൾ കുത്തിവെക്കും, യഹോവ ഈ ഭവനത്തിന്റെ നായകൻ, യഹോവ അല്ലെങ്കിൽ യഹോവ രക്ഷകൻ എന്ന്. യഥാർത്ഥത്തിൽ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ യഹോവ അല്ലെങ്കിൽ ദൈവം കാണാറില്ല. ആ വാതിക്കലാണ് മിക്കപ്പോഴും തങ്ങി നിൽക്കുന്നത്. കാരണം ആ ഭവനം യഥാർത്ഥ രീതിയിൽ ഒരുങ്ങാത്തതുകൊണ്ടാണ്. ഈ ശീമോനും ആഗ്രഹിച്ച ഒരേ കാര്യമാണ്, ക്രിസ്തു തന്റെ ഭവനത്തിൽ വരണം, അത്ഭുതം ചെയ്യണം. അതുകൊണ്ട് യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് ഒരു അതിഥി ഭവനത്തിൽ കടന്നു വരുമ്പോൾ ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാതെ വിട്ടുപോകുന്നു. അന്നേരമാണ് ആ പാപിനിയായ സ്ത്രീ കടന്നു വന്ന് തൻ്റെ കണ്ണീരുകൾ കൊണ്ട് കാലുകൾ കഴുകുന്നതും മുടി കൊണ്ട് തുടയ്ക്കുന്നതും തൈലം പൂശി ചുംബിക്കുന്നതും. ഇത് കണ്ടപ്പോൾ ശീമോൻ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഈ പാഴ്ചെലവ് എന്തിനാ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ചിന്തിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതെ പോയ കാര്യം മറ്റൊരാൾ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അതിലൊരു നീരസമുണ്ടായി. കാരണം അദ്ദേഹം ചെയ്യേണ്ട കാര്യമായിരുന്നു. ഒരു അതിഥി കടന്നു വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷേ അത് പാപിനിയ സ്ത്രീ ചെയ്തപ്പോൾ അവിടെ അത്ഭുതം നടന്നു. പാപിനിയ സ്ത്രീക്ക് പാപമോചനം ലഭിച്ചു. അവിടെയും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന വ്യാജമായ പ്രശംസയാണ്, ക്രിസ്തു എൻ്റെ വീട്ടിൽ വരണം, അത്ഭുതം ചെയ്യണം, എല്ലാ കാര്യവും ഒന്ന് കൃത്യമായിട്ട് തന്നെ നടക്കണം. അപ്പൊ അങ്ങനെ വേദപുസ്തകം നോക്കി അനേകം വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 1 ശമൂവേൽ 17-ാം അധ്യായത്തിൽ ഒരു വ്യക്തിയെ കാണാം. നമുക്കറിയാം, സ്വന്തം കായിക ബലത്തിൽ വളരെയധികം ആശ്രയിക്കുകയും അഹങ്കരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഗോലിയാത്ത് എന്ന് പറയുന്നത്. 1 ശമൂവേൽ 17-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തില് അദ്ദേഹം തൻ്റെ എതിരാളികളെ വെല്ലുവിളിക്കുകയാണ്. ഈ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിച്ചപ്പോൾ രാജാവ്
പേടിച്ച് ഭയന്ന് ജനമെല്ലാം മാറി നിൽക്കുക. അന്നേരമാണ് ഈ ബാലനായ ദാവീദിന് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടാകുന്നത്. അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ രാജാവ് അവനെ പടച്ചട്ടകൾ അണിയിക്കുന്നു. 1 ശമൂവേൽ 17 അധ്യായം അതിന്റെ 17 വാക്യം. അവിടെ രാജചട്ടയെല്ലാം അണിയിച്ചപ്പോൾ ദാവീദ് പറയുകയാണ്, എനിക്കിതൊന്നും പരിചയമില്ല, ഇതൊന്നും ഇട്ട് എനിക്ക് ശീലമില്ല, അതുകൊണ്ട് ഞാൻ എന്നും ചെയ്യുന്ന കാര്യം ചെയ്തോളാം, ഞാൻ യുദ്ധത്തിന് ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് കല്ലുകൾ പൊറുക്കുന്നു, കവണയുമായിട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ ഗോലിയാത്തും ദാവീദും തമ്മിൽ ഒരു സംവാദം നടക്കുന്നുണ്ട്. അവിടെ പറയുകയാണ്, ഈ ബാലനെയാണോ, ചോറമായി മാറാത്ത ഈ ബാലനെയാണോ എന്നെ നേരിടാൻ വേണ്ടി രാജാവ് അയച്ചിരിക്കുന്നത്? അദ്ദേഹത്തിന് തൻ്റെ ബലത്തിലും കായിക ബലത്തിലും ആരോഗ്യത്തിലും അദ്ദേഹത്തിന് വിശ്വാസം കൂടിപ്പോയി. ഇന്ന് അട്ടഹസിക്കുമ്പോൾ അവിടെ ദാവീദ് ചെയ്യുന്ന എന്തുവാ? ഞാൻ നിന്നെ നേരിടുന്നത് എൻ്റെ യഹോവയുടെ ബലത്തിലാകുന്നു പറഞ്ഞ് ഒരു കല്ലെടുത്ത് കവണെ കോർത്ത് അവനെ താഴെ വീഴ്ത്തുകയാണ്. യഥാർത്ഥത്തിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ജീവിതവും ഇതേപോലെ വ്യാജമായ പ്രശംസയിലെല്ലാം നാം അകപ്പെടുമ്പോൾ ദൈവം അവിടെ ഇടപെടുകയും നാം പലപ്പോഴും താഴെ വന്ന് പതിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ നാം വായിക്കുന്നത്, നാശത്തിന് മുമ്പ് ഗർവവും വീഴ്ചയ്ക്ക് മുമ്പ് ഉന്നത ഭാവവും എന്ന് പറയുന്നത്. ആ ഭാവം നമ്മൾ ഇന്ന് മാറിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിന്റെ അനുയായികളാവുന്നത്, ശിഷ്യന്മാരായി തീർന്നത്. ഇതേപോലെ ഒരു കാര്യമാണ് പഴയ നിയമം വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിമ പിതാവായ ആദാമിനും ഹവ്വയ്ക്കും സംഭവിക്കുന്നത്. ദൈവം അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്തു. അവസാനം പറഞ്ഞ എന്തുവാ? ഈ കാണുന്ന വൃക്ഷങ്ങളുടെ ഫലമെല്ലാം നിങ്ങൾക്ക് തിന്നാം, അനുഭവിക്കാം, സന്തോഷിക്കാം, പക്ഷേ ആ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. എന്തുകൊണ്ട് ആ വൃക്ഷം അവിടെ വെച്ചിരുന്നത് അറിയാമോ? ഇറ്റ് വാസ് എ ഫ്രീ വിൽ. ഒരു സ്വാതന്ത്ര്യം മനുഷ്യന് നൽകിയിരുന്നു. സ്വന്തം സ്വരൂപത്തിലാണ്, ഛായയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചു എങ്കിൽ പോലും ദൈവം മനുഷ്യന് ഒരു സ്വാതന്ത്ര്യം നൽകി, ഒരു ഫ്രീ വിൽ നൽകി. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഭക്ഷിക്കാം, ഭക്ഷിച്ചാൽ ഇതൊക്കെ സംഭവിക്കും, ഭക്ഷിക്കാതിരുന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് കൈവരിക്കാം എന്ന് അവർക്ക് ഫ്രീ വിൽ കൊടുത്തു. കുഴപ്പമായി പോയി. അല്ലെങ്കിൽ ഞാനും നിങ്ങൾ ഇന്നും പർദീസയിൽ ഇരുന്നേനെ അവിടെ. പക്ഷെ അവർക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പം എന്ന് പറയുന്നത്, അവരുടെ മനമാറ്റം ഇത് ചെയ്യുന്ന ഒരു പാമ്പ് വന്ന് അവരോട് പറയുകയാണ്, ആ നിൽക്കുന്ന വൃക്ഷത്തിന് ഫലം നിങ്ങൾ തിന്നാൽ ആരെ പോലെയാകും? ദൈവത്തെ പോലെ. നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. ദൈവത്തെ പോലെ നിങ്ങളായി തീരും. നമ്മളാണ് ഈ തിന്നുമായിരുന്നോ? ഒന്ന് രുചിച്ച് നോക്കും അല്ലെ? കാരണം ദൈവത്തെ പോലെ ആയാലോ. അതാണോ ആ ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ? ദൈവം മനുഷ്യൻ അപ്പം നൽകുകയാണ്. യു ഹാവ് ടു തിങ്ക് ഓൺ ഇറ്റ്. നിങ്ങൾ അന്ന് ചിന്തിക്കണം, വേണോ വേണ്ടയോ. പലപ്പോഴും നാം ചില കാര്യം ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ചിന്തിക്കാൻ ഒരു ഉൾവിളി വരാറുണ്ട്. ചില കാര്യങ്ങൾ ചെയ്താൽ തോന്നും, ഇത് വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, വേണ്ടിയിരുന്നില്ല, ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന തോന്നലുണ്ട്. ആ ഒരു തോന്നലാണ് ദൈവം നൽകുന്നത്. ആ തോന്നൽ അവർക്ക് ഉണ്ടായില്ല. അവർ ആ ഫലം കഴിച്ചു, പാപം അവരെ മേൽ വന്നു. പക്ഷെ അവിടെ വന്ന വ്യത്യാസം, പറയാൻ വേണ്ടി വന്ന വ്യത്യാസം, ദൈവം വന്ന് ആദാമിനോട് ചോദിച്ചത് എന്തുവാ? ആദാമേ നീ എവിടെയാകുന്നു? അപ്പം പറയാണ്, ഞാൻ നഗ്നനാണ്, എല്ലാം കൊണ്ട് മറച്ചിരിക്കുകയാണ്. അപ്പൊ ദൈവം ചോദിച്ചു, ഞാൻ തിന്നരുതെന്ന് പറഞ്ഞ ഫലം നീ തിന്നു. അപ്പൊ ആദാം പറഞ്ഞ മറുപടി എന്തുവായിരുന്നു? നിങ്ങളുടെ ബുദ്ധി പരീക്ഷിക്കുകയല്ല, കൂട്ടത്തിൽ ചോദിച്ചെന്ന് മാത്രം. ചോദിച്ചെന്തുവാ? നീ കൂട്ടായി തന്ന ദാസി എനിക്ക് പറിച്ചു തന്നു. പാറ കുഴപ്പം ദാസിയുടെ. അതിനുശേഷം ദൈവം അവ്വയോട് ചോദിച്ചു. അവ്വ എന്താ പറഞ്ഞേ? പാമ്പ് എന്നെ വഞ്ചിച്ചു, അതുകൊണ്ട് ഞാൻ. അപ്പം കുഴപ്പം അറിയാം, പാമ്പിന്റെ. സത്യത്തിൽ കുഴപ്പം അവരുടെ ആരുടെ അല്ല, പാമ്പിന്റെ ആയിരുന്നു. കാരണം എന്തുവാ? ആ ഒരു കാര്യമാണ് നമുക്ക് ഇന്ന് കൈമാറി വന്ന് തലമുറ കൈമാറി കെടാതെ നമ്മൾ സൂക്ഷിക്കുന്നു പറഞ്ഞത്. നമ്മുടെ എന്ത് തെറ്റും നമ്മളൊരു കാരണം നിശ്ചയമായിട്ടും കണ്ടുപിടിക്കും. ഇപ്പൊ അച്ഛന്മാർ ചോദിക്കും, പള്ളിയിൽ എന്താ പറയാ, സന്ധ്യാനമസ്കാരത്തിൽ കണ്ടില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? എൻ്റെ അച്ഛൻ രാവിലെ മുതൽ തുടങ്ങിയ ജോലിയാണ്, ഉച്ചയൊക്കെയാണ് നടുവൊന്ന് നിവർത്തിയത്. അപ്പൊ വീണ്ടും അച്ഛൻ വേറെ ജോലി കൊണ്ട്, അതുകൊണ്ടാണ് പള്ളിയിൽ വരാം. അല്ലാതെ വരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാകും, ഞാൻ തുണിയൊക്കെ തേച്ച് വെച്ചിരുന്നതാണ്. പക്ഷെ അതാണ് കാരണം. അവധിയാകുമ്പോഴത്തേക്കോ കൊച്ചുമക്കളെല്ലാം ഒന്നിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് വെച്ചാൽ ഒരു ആഘോഷമാണ്. അതുകൊണ്ട് അവരെ നോക്കി കഴിയുമ്പോൾ എനിക്ക് സമയം കാരണം ആ ഒരു കാരണം നമുക്ക് കൈമാറാം. അപ്പൊ ഞാൻ പറഞ്ഞേ, സ്വന്തമായ പ്രശംസയിൽ നാം അകപ്പെടുമ്പോൾ ദൈവം അവർ ഇടപെടുകയും നാം താഴെ വന്ന് പതിക്കുകയും ചെയ്യും. അപ്പം
ജീവിതത്തിൽ ഉണ്ടാവുന്ന ഏത് സാഹചര്യത്തിൽ നാം ദൈവത്തെ മുറുക്കി പിടിക്കാൻ ശ്രമിക്കുക. ഇതാണ് ദാരിവേശ് രാജാവ് സംഭവിച്ചത്. ദാരിവേശ് രാജാവിന്റെ ഉള്ളിന്റെ ഉള്ളിരുന്നത് താൻ ഇനി 30 ദിവസത്തേക്ക് ഒരു ദൈവമായി മാറുകയാണ്. ദൈവമായി മാറിക്കഴിഞ്ഞാൽ ഈ ജനമെല്ലാം ആരെ ആരാധിക്കും? എന്നെ ആരാധിക്കും, എന്നെ സ്തുതിക്കും, എൻ്റെ കീർത്തനങ്ങളൊക്കെ വർണ്ണിച്ചു തുടങ്ങും. അതുകൊണ്ട് അതൊന്ന് കുറച്ചു നാൾ കേട്ടിരിക്കാം, അതിലൊന്ന് മതിമയങ്ങാം, സന്തോഷിക്കാം എന്നുള്ള ധാരണയിലാണ് അദ്ദേഹം ഇത് സമ്മതിക്കുകയും ചെയ്ത്. എന്നിട്ട് ഈ അധ്യക്ഷന്മാർ പറയുകയാണ്, രാജ്യകൽപ്പന ഇറക്കുമ്പോൾ അത് വിട്ടുമാറാതിരിക്കാൻ, അതിന് മാറ്റം വരാതിരിക്കാൻ തൻ്റെ മോതിരം കൊണ്ട് അതിലൊരു മുദ്ര കൂടി കുത്തണം. അത് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ വാക്കിന് മാറ്റമില്ല, ആ കൽപ്പനയ്ക്ക് മാറ്റം സംഭവിക്കുകയില്ല എന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് ദാനിയേൽ പ്രവാചകന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമായിരിക്കും, ദുഃഖമായിരിക്കും. കാരണം എല്ലാ അധ്യക്ഷന്മാരിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്നു, വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു, വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ദാസൻ തൻ്റെ യജമാനൻ ചെയ്യുകയാണ്. ഇനി 30 ദിവസത്തേക്ക് എന്നെ ആരാധിക്കണം, എന്നോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് ഒരു കൽപ്പന ഇറക്കുകയാണ്. പക്ഷെ ദാനിയേൽ പ്രവാചകൻ ഇതൊന്നും തിരുത്താൻ പോയില്ല, മാറ്റാൻ പോയില്ല. അദ്ദേഹം എന്നും ചെയ്യുന്ന പോലെ തൻ്റെ മുറിയിലിരുന്ന് ജനൽ തുറന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാണ്. അപ്പം വ്യാജമായ പ്രശംസയിൽ നാം വീഴുമ്പോൾ, ദൈവം ഇടപെടുമ്പോൾ നാം മേളിൽ നിന്ന് താഴെ വന്ന് പതിക്കും. ഒരിക്കൽ ഒരു വലിയ കുളത്തിൽ തവള കിടക്കുകയാണ്. ഒരു തവള കിടന്നപ്പോൾ വേനൽക്കാലം ആവാൻ തുടങ്ങി, വെള്ളം പറ്റാൻ തുടങ്ങി. അപ്പം കുളത്തിലെ വെള്ളം പറ്റി തുടങ്ങിയപ്പോഴത്തേക്ക് തവളയ്ക്ക് മനസ്സിലായി, ഇനി ഇവിടെ കിടന്നാൽ ശരിയല്ല, രക്ഷയില്ല, മറ്റൊരു കുളത്തിൽ പോയി എത്തി. പക്ഷേ ചാടിപ്പോയി കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ ആക്രമിക്കും, സുരക്ഷിതമായിട്ട് അവിടെ എത്താൻ സാധിക്കുകയില്ല. അങ്ങനെ ആ കുളത്തിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ട് 2 കൊക്കുകളെ കണ്ടു, അവരുമായിട്ട് സൗഹൃദബന്ധത്തിലായി. എന്നിട്ട് തവള ഈ കാര്യം കൊക്കിനോട് പറയുകയാണ്. അപ്പോൾ കൊക്കുകൾ പറഞ്ഞു, ഞങ്ങൾ നിന്നെ സുരക്ഷിതമായിട്ട് മറ്റൊരു വെള്ളമുള്ള കുളത്തിൽ കൊണ്ടേ ആക്കാം. പക്ഷെ അതെങ്ങനെ സാധിക്കും? ചുണ്ടുകൾ കൊണ്ട്, കൊക്കുകൾ കൊണ്ട് കോർത്ത് പിടിച്ചാൽ ചിലപ്പോൾ അമർന്ന് നീ ചത്തുപോകും. കൈവിരലോട് പിടിക്കാൻ പറ്റത്തില്ല, നഖം കൊണ്ട് നീ ചിലപ്പം അമർന്നു പോകും. പിന്നെ എങ്ങനെയാണ് നിന്റെ അപ്പുറത്തൊരു കുളത്തിൽ ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തവള തന്നെ പറഞ്ഞു, ഒരു കമ്പ് കഷ്ണം എടുത്തിട്ട് നിങ്ങൾ 2 അറ്റത്തും കടിച്ചു പിടിക്കണം, നടുക്ക് ഞാൻ കടിച്ചു പിടിച്ചോളാം. എന്നിട്ട് എന്നെ കൊണ്ട് നിങ്ങൾ പറന്ന് അപ്പുറത്തെ കുളത്തിലേക്ക് പോകണം. ഇപ്പോൾ കൊക്കുകൾക്ക് തോന്നി നല്ലൊരു ബുദ്ധിയാണ്, നല്ലൊരു ആശയമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അവർ ഒരു കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്ന് കൊക്കുകൾ 2 അറ്റത്ത് കടിച്ചു പിടിച്ച് നടുക്ക് തവളയും കടിച്ചു പിടിച്ച് പറന്ന് മേപ്പോട്ട് ഉയർന്ന് മറ്റൊരു ലക്ഷ്യം തേടി പോവുകയാണ്. കുറെ ദൂരം ചെന്നപ്പോൾ മറ്റൊരു കുളത്തിൽ വെള്ളം പറ്റിക്കിടക്കുന്ന തവള ഇത് കണ്ട് താഴെ നിന്ന് വിളിച്ചു ചോദിച്ചു, ഈ ബുദ്ധി ആരുടെയാ? ഭയങ്കര ബുദ്ധിയത്, ആരുടെയാന്ന് ചോദിച്ചു. അപ്പൊ കൊക്കുകൾ മറുപടി പറയുന്നതിന് മുമ്പ് തവള മറുപടി പറഞ്ഞു, അത് എൻ്റെ ബുദ്ധിയാ. അപ്പൊ എന്താ സംഭവിച്ചേ? താഴെ വന്ന് പതിച്ചു. പലപ്പോഴും ഞാനും നിങ്ങളും അഹങ്കാരത്തോടെ പറന്നുയർന്ന് മേളി ചെല്ലുമ്പോഴാണ് ദൈവം അവിടെ നമ്മളെ കൈവിടുന്നത്, നമ്മൾ താഴെ വന്ന് പതിക്കുന്നത്. അന്നേരമാണ് പൗലോസിലെ പറഞ്ഞത്, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാൽ മാത്രമാകുന്നെന്ന് നാം ചിന്തിക്കണം. ദൈവത്തിന് കൃപയാണ്, നാം അനുഭവിക്കുന്ന സുഖ സൗകര്യം എല്ലാം ദൈവകൃപയാണ്. അത് തിരിച്ചറിയണമെങ്കിൽ നാം നമ്മുടെ പഴയ കാലം ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ മതി. ദൈവത്തിന്റെ ഒരു കൃപയാണോ ഇടപെടലാണോ ഒരു വിചിന്തനമാണോ അറിഞ്ഞുകൂടാ. കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിന്റെ തൊട്ടടുത്തുള്ള കാരുണ്യതീരം എന്ന് പറഞ്ഞ ക്യാൻസർ സെന്ററിലേക്ക് ഒന്ന് പോകാൻ സാധിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് വെറും 23 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ക്യാൻസറായി വന്നിരിക്കുകയാണ്. അന്നേരം ആ കുഞ്ഞുമായിട്ട് സംസാരിച്ചപ്പോൾ ആ കുഞ്ഞു പറഞ്ഞത്, എന്നും ചെയ്യുന്ന പോലെ വീട്ടിൽ 3-4 പശുവുണ്ട്. കോളേജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് പശുവിന് പുല്ല് ചെത്താൻ വേണ്ടി കുഞ്ഞിരുന്ന് പുല്ല് ചെത്തുന്ന വഴിക്ക് തെന്നി വീണു. പശുവിനെ അടിക്കുന്ന കമ്പിയിൽ പള്ളയിൽ കുത്തി കയറി. അങ്ങനെ ആ കമ്പി കൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ വന്നത്. ഡോക്ടർമാർ ആ കമ്പിയൊക്കെ എടുത്ത് നീക്കിയപ്പോൾ അവർക്കൊരു സംശയം തോന്നി. അവര് ആ കോശം എടുത്ത് പരിശോധിക്കാൻ വിട്ടപ്പോൾ കുഞ്ഞിന് ക്യാൻസറാണ്. യഥാർത്ഥത്തിൽ ആ കുഞ്ഞു പറയുകയാണ്, അച്ഛാ ആ കമ്പി കൊണ്ടില്ലായിരുന്നു ഇന്നും ഞാനത് അറിയത്തുമില്ലായിരുന്നു, ഇതുകൊണ്ട് ഞാനങ്ങ് പോയേനെ. പക്ഷെ ആ കമ്പി കൊണ്ടുകൊണ്ട് ഞാൻ അറിഞ്ഞു, ആ ഡോക്ടർമാർ അത് കണ്ടുപിടിച്ചു. പക്ഷെ എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? തൻ്റെ മാതാപിതാക്കളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുച്ചി ചോദിക്കുകയാണ്, ഞാൻ അപ്പനമ്മയെ സഹായിക്കാൻ വേണ്ടി കോളേജ് കഴിഞ്ഞ് വിട്ടു വന്ന് പുല്ല് ചെത്താൻ വേണ്ടി പോയതാണ്. അവിടെ എനിക്ക് സംഭവിച്ചത് ദൈവം യഥാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു അല്ലെങ്കിൽ ദൈവം നമ്മളെ കൈവിടാതിരിക്കണമെങ്കിൽ
ദൈവത്തോട് നാം കൂടെ സഞ്ചരിക്കണം, ദൈവത്തോടൊപ്പം നാം ആയിരിക്കണം. അവസാനം പറഞ്ഞ ആ കുഞ്ഞു പറഞ്ഞ വാക്കാണ്, ഇതിലും എനിക്ക് സങ്കടമില്ലച്ച സന്തോഷം മാത്രമുള്ളൂ, ഒരു ജീവിതം രക്ഷപ്പെട്ടല്ലോ എന്ന്. കാരണം ഇതുമായിട്ട് ഞാൻ കല്യാണം കഴിച്ചായിരുന്നെങ്കിൽ ആ കുടുംബവും ജീവിതവും താറുമാറായനെ. ഇതെല്ലാം ദൈവത്തിന്റെ ഇടപെടലാന്ന് പറഞ്ഞ് ദൈവത്തെ പലപ്പോഴും എനിക്ക് നിങ്ങൾക്ക് സന്തോഷിക്കുവാനോ അതിനെക്കുറിച്ച് ആലോചിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് കുഞ്ഞ് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ ദാരിവേശ് രാജാവ് സംഭവിച്ചത്. തൻ്റെ രാജ്യത്തിന് വേണ്ടി, പ്രജകൾക്ക് വേണ്ടി നിന്ന ഒരു രാജാവ് ദൈവമായി മാറുകയാണ്, ദൈവത്തെ പോലെയായി തീരുകയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ദൗത്യം എന്താ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ദാരിവേശ് രാജാവിനെ പോലെ വ്യാജമായ പ്രശംസയിൽ വീണ് ഞാൻ എന്തോ ആകുന്നു എന്ന ഭാവത്തിൽ നടന്നു കഴിഞ്ഞാൽ നാം താഴെ വന്ന് പതിക്കും. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നത്, എ ക്രിസ്ത്യൻ അല്ലെങ്കിൽ എ ക്രിസ്ത്യാനി ഈസ് എ പേഴ്സൺ ഹു ഷുഡ് ഫോളോ ദി ക്രൈസ്റ്റ്, നോട്ട് ദി ക്രൗഡ്. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ദൈവത്തെ പിന്തുടർന്നവനായിരിക്കണം, ഒരു സമൂഹത്തെ പിന്തുടരുന്നവൻ ആകാൻ പാടില്ല. ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയായി തീർന്നാൽ യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഒരു ക്രിസ്ത്യാനിയായി മാറുകയാണ്. ആദ്യം പറഞ്ഞ പോലെ ആ പിതാവ് പറഞ്ഞു, പണ്ട് കാലത്തൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്നവർക്ക് ഒരാൾ MD ആയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? ഡോക്ടർ കഴിഞ്ഞിട്ട് അടുത്ത പോസ്റ്റ് ഗ്രാജുവേഷൻ അവന് എടുത്തു. MA എടുത്തെന്ന് പറഞ്ഞാലോ BA കഴിഞ്ഞിട്ട് അവന് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തു. പക്ഷെ ഇന്നത്തെ കാലത്തോ? അതുകൊണ്ടാണ് ആ പിതാവ് പറഞ്ഞത്, ഇത് കെട്ട കാലഘട്ടമാണ്, മദ്യവും മയക്കുമരുന്നും MD MA ആയി മാറുകയാണ്. വിദ്യാഭ്യാസമല്ല, ഒരു മയക്കുമരുന്നിന്റെ പേരായി മാറിയത്. പണ്ട് കാലത്ത് നമ്മളോട് ഒരാൾ ഞാൻ MD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വലിയ ഡോക്ടറാണ്, അതിന്റെ ഉന്നത പദവിയിൽ നിൽക്കുന്ന ആളാണ്. MA കാരനാന്ന് പറഞ്ഞാൽ വലിയ ഗമ്യാണ്. കാരണം എൻ്റെ വീട്ടിൽ ഒരു MA കാരനുണ്ട്, ഡബിൾ MA കാരൻ. പക്ഷേ ഇപ്പൊ ഇത് രണ്ടോട് ഒന്നിച്ചു, MD MA ആയി മാറി. അതുകൊണ്ടാണ് ആ പിതാവ് നൊമ്പരത്തോട് പറഞ്ഞു, ഇതൊരു കെട്ട കാലഘട്ടമാണ്. കാരണം ഒന്നും അറിയാത്ത, തിരിച്ചറിവ് ഇല്ലാത്ത കാലഘട്ടത്തിലേക്ക് നാം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ ദാരിവേശ് രാജാവ് തന്റെ വ്യാജ പ്രശംസയിൽ വീണപ്പോൾ അദ്ദേഹം ആ രാജ്യകൽപ്പനയ്ക്ക് അവസരം കൊടുക്കുകയാണ്. അങ്ങനെ അത് മൗനമായി സമ്മതിച്ച് ഇനി കുറച്ച് നാളത്തേക്ക് സന്തോഷിക്കാൻ പോവുകയാണ്. അവിടെ ആ ഭാഗത്തിന്റെ അധ്യായം 2-ാം ഭാഗം തീരുകയാണ്. ദാരിവേശ് രാജാവ് വ്യാജമായ പ്രശംസയിൽ മറിഞ്ഞു വീഴുന്നു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അവസരം കിട്ടും, തിരിച്ചു വരവിന്റെ. അതേപോലെ ദാരിവേശ് രാജാവിന് ഒരു അവസരം കിട്ടി. അദ്ദേഹത്തിന്റെ അവസരം കിട്ടുന്ന 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലാണ്. തന്നോടൊപ്പം വ്യാജമായ പ്രശംസകൾ കേട്ട് താൻ ഒരു രാജാവാണ്, ദൈവമാണ് എന്ന ഭാവത്തിൽ അദ്ദേഹം ജീവിച്ചപ്പോൾ ഈ 120 അധ്യക്ഷന്മാരും 2 മേലധ്യക്ഷന്മാരും രാജാവിന്റെ അടുത്ത് സന്ധ്യാസമയത്ത് കയറിച്ചെന്ന് പറയുകയാണ്, താങ്കൾ രാവിലെ ഒരു കൽപ്പന പ്രകടിപ്പിച്ചായിരുന്നു, തന്നെ അല്ലാതെ, രാജാവിനെ അല്ലാതെ ഇനി 30 ദിവസത്തേക്ക് വേറെ എന്തെങ്കിലും വസ്തുവിനെ ആരാധിച്ചാലോ വ്യക്തിയെ ആരാധിച്ചാലോ ആ വ്യക്തിയെ സിംഹക്കൊടിയിൽ തള്ളിയിടുമെന്ന് രാജ്യമുദ്ര അദ്ദേഹം അങ്ങ് നൽകിയല്ലോ. ആദ്യം പ്രകാരം അങ്ങയുടെ മേലധ്യക്ഷന്മാരിൽ ഒരാളായ ദാനിയേൽ പ്രവാചകൻ അങ്ങയുടെ വാക്ക് കേൾക്കുന്നില്ല. 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലാണ് അത് വ്യക്തമാക്കി പറയുന്നത്. അങ്ങ് ഇത്രയും നാൾ ജീവിച്ച പോലെ അല്ലെങ്കിൽ കൽപ്പന നൽകിയ പോലെ അല്ല, അങ്ങ് പറയുന്ന കാര്യമൊന്നും കേൾക്കാതെ അതിന് അവർ രാജാവ് യഹൂദ പ്രവാസിയായി ഒരുവനായ ദാനിയേൽ തിരുമേനിയാകട്ടെ, തിരുമനസ് കൊണ്ടോ എഴുതിയിരിക്കുന്ന വിരോധ കൽപ്പനയാകട്ടെ കൂട്ടാക്കാതെ ദിവസം 3 പ്രാവശ്യം അപേക്ഷ കഴിച്ചു വരുന്ന എന്ന് ഉണർത്തിച്ചു. അന്നേരമാണ് ദാരിവേശ് രാജാവിന് മനസ്സിലായത്, ഈ കെണി ഒരുക്കിയത് ആർക്ക് വേണ്ടിയായിരുന്നു? ദാനിയേൽ പ്രവാചകന് വേണ്ടിയായിരുന്നു. അവിടെ മുതൽ അദ്ദേഹത്തിന് മനമാറ്റം വരികയാണ്. അദ്ദേഹം ആദ്യം പറഞ്ഞത്, ഒരു രാജാവ് തന്റെ ദാസന് വേണ്ടി മാറുകയാണ്, ഉപവസിക്കാൻ പോവുകയാണ്, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അദ്ദേഹം അത്രയും നാൾ വിചാരിച്ചിരുന്നത്, ഞാൻ ദൈവമാവുകയാണ്, രാജാവാകുകയാണ്, ഈ ജനമെല്ലാം എൻ്റെ കൂടെ നിൽക്കും. ആ തെറ്റായ ഒരു കാര്യം അദ്ദേഹം ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ തെറ്റുകളെ തിരുത്തുവാൻ അദ്ദേഹം അവസരം എടുക്കുകയാണ്. ഈ രാജ്യസന്നിധി ചെന്ന് ഈ അധ്യക്ഷന്മാർ ഈ കാര്യമെല്ലാം പറഞ്ഞപ്പോൾ ദാരിവേശിന്റെ ഉള്ളിൽ നെടുവീർപ്പുണ്ടായി, സങ്കടമുണ്ടായി. യഥാർത്ഥ ദാരിവേശ് രാജാൻ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു കാര്യമാണ് മറവി എന്നല്ലേ. മറവി വന്നു. എന്തുകൊണ്ടാണ് മറവി വന്നത്? തനിക്ക് ഇത്രയും നാൾ സുഖസൗകര്യങ്ങൾ ഒരുക്കി തന്ന, കാര്യങ്ങളെല്ലാം ക്രമമായി ചെയ്തു വന്ന ഒരു ദാസനാണ് ദാനിയേൽ. അദ്ദേഹം മറക്കുകയാണ്. മറവി നല്ലതാണോ?
കുഞ്ഞു പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയും, അച്ഛാ പരീക്ഷയ്ക്ക് എല്ലാം പഠിച്ചിട്ട് പോയതാണ്, ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ആ കാര്യം മറന്നു. അപ്പം വീട്ടിൽ വരുമ്പോൾ അതിനുള്ള നമ്മൾ കൊടുക്കും. മാതാപിതാക്കളോട് ചോദിച്ചാലോ, അച്ഛാ പല കാര്യങ്ങൾ ഓർത്ത് നോക്കും, പക്ഷേ ഈ പ്രായത്തിൻ്റെ ആണോ പല തിരക്കിൻ്റെ ആണോ കുറേ കാര്യം മറന്നു. വാർദ്ധക്യത്തിരിക്കുന്നവരോടോ, പ്രായമായി വരുന്നു പക്ഷെ പല കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. മറക്കാത്ത ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? 10 രൂപ കടം കൊടുത്താൽ തിരിച്ചു മേടിക്കാൻ നമ്മൾ മറക്കൂ. തന്നില്ലെങ്കിൽ നമ്മളത് ഓർത്തിരുന്ന് പറയും. അതുകൊണ്ടാണ് ദാരിവേശ് രാജാവ് അവിടെ മറവി വന്നു അദ്ദേഹത്തെ. പക്ഷെ മറന്നത് എന്താ? ഇത്രയും നാൾ നൽകിയ സുഖ സൗകര്യങ്ങൾക്ക് കാരണക്കാരനായ ദാനിയേലിനെ അദ്ദേഹം മറക്കുകയാണ്. അപ്പം ദൈവത്തെ നാം മറക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മുറിപ്പെട്ട വികാരങ്ങളെ നാം മറക്കണം. നമ്മുടെ കർത്തൃപ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നമ്മൾ കാണാപ്പാടും ചൊല്ലും. അതിൻ്റെ അവസാന ഖണ്ഡിയിൽ ഒരു വാക്ക് നമ്മൾ പറയുന്നുണ്ട്, എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ച പോലെ എൻ്റെ കടങ്ങളും പാപങ്ങളും. ഒരു കണ്ടീഷൻ വെച്ചില്ലേ ദൈവത്തോട്? എന്താ വെച്ചത്? ഞാൻ ക്ഷമിച്ചാൽ ക്ഷമിച്ചാൽ മതി. ഇഫ് ഐ ഫോർഗീവ് ദെൻ ഫോർഗീവ് മീ, ഇഫ് ഐ നോട്ട് ക്ഷമിക്കണ്ട, അല്ലേ? അപ്പം ദൈവത്തോട് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ച പോലെ എൻ്റെ കടങ്ങളും പാപവും എന്നോട് ക്ഷമിക്കണം. അപ്പൊ എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ ആദ്യം എന്ത് ചെയ്യണം? 1 യോഹന്നാൻ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ, സഹോദരനെ സ്നേഹിക്കുന്നവൻ പ്രകാശത്തിൽ വസിക്കുന്നു, അവൻ ഇരുട്ടിന് കാരണമില്ല. സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിൽ വസിക്കുന്നു, അവൻ എവിടെ നടക്കുന്നു എന്ന് അവന് അറിയുന്നില്ല. സഹോദരൻ എന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരൻ ആവാൻ ഒരു നിർബന്ധവും ഇല്ല. ആരും തന്നെ ആവാം. ജോലി സ്ഥലത്താവാം, അടുത്തുള്ളവരാകാം, ബന്ധുമിത്രാദികളാകാം, കൂട്ടുകാരാകാം, ഇടവകയിൽ എവിടെയായാലും സഹോദരനെ സ്നേഹിക്കുന്നവൻ എല്ലാം പ്രകാശത്തിൽ വസിക്കുന്നു, അവന് പ്രകാശം കാണുവാൻ സാധിക്കുന്നു എന്നെന്ന് സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുറിപ്പെട്ട വികാരങ്ങളെ മറക്കാൻ നാം ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറക്കാതിരിക്കാൻ നാം ശ്രമിക്കണം. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ എല്ലാ കാര്യം നിന്നോട് ക്ഷമിക്കാം, പക്ഷെ ഈ കാര്യം മറക്കത്തില്ല, അല്ലേ? നിന്നോട് ഞാൻ എല്ലാ കാര്യം, നീ ഇത്ര നാൾ എന്നോട് ചെയ്തു കൂട്ടിയ എല്ലാ കാര്യവും ഞാൻ ക്ഷമിച്ചു, പക്ഷെ അത് മറക്കത്തില്ല. എന്തുകൊണ്ട് മറക്കാൻ പറ്റാത്ത? ക്രിസ്തു ചെയ്ത എല്ലാ നന്മകൾക്ക് പകരം കൊടുത്തത് കുരിശുമരമാണ്. ക്രിസ്തു എല്ലാ നന്മകൾ ചെയ്തു, പകരം കിട്ടിയത് കുരിശു. പക്ഷെ ക്രിസ്തു അവസാനം പറഞ്ഞെന്തുവാ? ഇവർ ചെയ്യുന്നത് അറിയാത്തതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. അത്രയും വലിയ മനസ്സ് നമുക്കുണ്ടോ? അത്രയും വലിയ മനസ്സില്ലെങ്കിലും ഈ രാജാവിനെ പോലെ ആകാതിരിക്കാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകൾ അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം തിരുത്താൻ പോവുകയാണ്. തിരുത്തുന്നത് 6-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലാണ്. രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു, നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു. അവർ ഒരു കല്ലുകൊണ്ട് വന്ന ഗുഹയുടെ വാതിൽ വെച്ചു മൂടി. ദാനിയേലിനെ കണ്ട രാജാവ് തൻ്റെ മഹത്വമുള്ള മോതിരം കൊണ്ട് അതിന് മുദ്രയിട്ടു. പിന്നെ രാജാവ് രാജസന്ധിയിൽ വന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു. അവന്റെ സന്നിധിയിൽ വെപ്പാട്ടികളെ കൊണ്ടുവന്നില്ല, ഉറക്കം അവനെ വിട്ടുപോയി. അപ്പൊ രാജാവ് ആർക്ക് വേണ്ടിയാണ് ഉപവസിച്ചത്? കാരണം രാജാവിന്റെ സുഖസൗകര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ സുഖസൗകര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം ദാനിയേലിന്റെ അടുത്തെന്ന് പറയാണ്, നീ ഇത്ര നാൾ സേവിച്ച നിന്റെ ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് കല്ല് വെച്ച് മൂടി മുദ്ര വെച്ച് തിരിച്ച് അദ്ദേഹം രാജസന്ധി വന്ന് ഉപവസിച്ച് രാത്രി കഴിച്ചു കൂട്ടി. ഉറക്കം അദ്ദേഹത്തെ വിട്ടുപോയി. അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലായപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് പിന്തിരിയുവാൻ ശ്രമിച്ചു. പിന്തിരിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്ത് കിട്ടി? ദാനിയേൽ പ്രവാചകൻ ഒരു ജീവിതം അദ്ദേഹം നൽകുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പിന്മാറ്റം അല്ലെങ്കിൽ വന്ന തെറ്റ് തിരുത്തുക എന്ന് പറയുന്ന ഒരു രൂപാന്തരമാണ്, മാറ്റമാണ്, അല്ലേ? ഒരു രൂപാന്തരമാണ്. ഗ്രീക്ക് വാക്കിൽ രൂപാന്തരത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്നത് 2 വാക്കുകളാണ്. ഒന്ന് മെറ്റെ മലയായും മെറ്റെ മെനയ എന്ന് പറഞ്ഞു. 2 വാക്ക് കേൾക്കുമ്പോൾ കടിക്കാനും ദഹിക്കാനും ബുദ്ധിമുട്ടാണ്. സരളമായ ഭാഷയിൽ പറഞ്ഞാൽ മെറ്റെ മെലയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ ശിഷ്യന്മാർ 12 പേരായിരുന്നു. അത് 2 പേരാണ് കർത്താവിന് ഉറ്റുകൊടുത്തത്. ആരൊക്കെയാ? ഒന്ന് പത്രോസും ഒന്ന് യൂദായും. യൂദായിൽ ഉണ്ടായ മാറ്റമാണ് മെറ്റെ മെലയ എന്ന് പറഞ്ഞത്. കാരണം അദ്ദേഹം ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു 30 വെള്ളിക്കാശിന്. എന്നിട്ട് അദ്ദേഹം ചെയ്ത തെറ്റാകുന്നു എന്ന് മനസ്സിലാക്കി അദ്ദേഹം കാശ് വലിച്ചെറിഞ്ഞിട്ട് പോയി തൂങ്ങി. രൂപാന്തരമായിരുന്നു. ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് മരണത്തിലേക്കാണ്. പക്ഷെ പത്രോസോ 3 പ്രാവശ്യം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞു. 3-ാം പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ
കോഴി കൂവിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് തെളിഞ്ഞു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതാണ് മെറ്റെ മെനയ എന്ന് പറഞ്ഞത്. കാരണം ചെയ്ത തെറ്റ് അദ്ദേഹത്തിന് ബോധ്യമായി. അദ്ദേഹം കണ്ണു തുറന്ന് ആ തെറ്റ് തിരുത്താനുള്ള ശ്രമം നടത്തി. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നാം ഏത് മാർഗ്ഗം തിരഞ്ഞെടുക്കുന്നത്? യൂദായുടെ മാർഗമോ പത്രോസിന്റെ മാർഗമോ? നമുക്ക് തെറ്റുകൾ സംഭവിക്കാം. തെറ്റുകൾ വരാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തില് കാണുകയില്ല. ആ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ എങ്ങനെയാ അത് തിരുത്താൻ സാധിക്കുന്നത്? ഈ പത്രോസിനെ പോലെ പത്രോസ് ആദ്യം പറഞ്ഞത്, നിന്നോടൊപ്പം ഞാൻ മരിക്കാൻ വരെ തയ്യാറാണ്, ഏതറ്റത്തോളം ഞാൻ നിന്റെ കൂടെ വരും. അപ്പൊ ക്രിസ്തു തിരിഞ്ഞോണ്ട് പറഞ്ഞു, ഇന്ന് രാത്രി കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ ഉറപ്പായിട്ടും തള്ളിപ്പറയും. അതറിയാൻ വേണ്ടി പുറകെ നടന്ന പത്രോസിന് 3-ാം പ്രാവശ്യം കോഴി കൂവിയപ്പോൾ കർത്താവ് പത്രോസിനെ തിരിഞ്ഞു നോക്കി. അവനെ നോക്കിയപ്പോൾ അവന്റെ കണ്ണുകൾ കലങ്ങി, അവന്റെ കണ്ണ് തെളിഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്. അവന്റെ കണ്ണ് തെളിഞ്ഞു. എന്തുകൊണ്ടാ? ചെയ്ത തെറ്റ്, പറഞ്ഞ വാക്കുകളെല്ലാം തെറ്റായി പോയി എന്ന് അദ്ദേഹത്തിന് ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യം. ഈ ഒരു ബോധ്യമാണ് ദാരിവേശ് രാജാവിന് ഉണ്ടായത്. താൻ ചെയ്ത പ്രവൃത്തിയെല്ലാം ഈ ദാനിയേലിനെ കൊല്ലാൻ വേണ്ടിയാകുന്നെന്ന് മനസ്സിലായപ്പോൾ ഒരു രാജാവ് തൻ്റെ ദാസന് വേണ്ടി, ഭൃത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാത്രി കഴിച്ചുകൂട്ടി. ഞാനും നിങ്ങൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്? പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. പലപ്പോഴും എൻ്റെ ആവശ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യമായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ക്രിസ്തു ദൈവം അല്ലെങ്കിൽ ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്തുവാ? ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാനാണ്? ക്രിസ്തു ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചത്? ക്രിസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി മലയിലേക്ക് കയറി പോകുമ്പോൾ തൻ്റെ കൂടെ 3 ശിഷ്യന്മാരെ കൊണ്ടുപോകാറുണ്ട്. യാക്കോബ്, യോഹന്നാൻ, പത്രോസ്. എന്നിട്ട് അവരെ അവിടെ നിർത്തിയിട്ട് കുറച്ച് മലയുടെ കയറിയിട്ട് ക്രിസ്തു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. തിരിഞ്ഞിറങ്ങി വരുമ്പോൾ കാണുന്ന ദൃശ്യം എന്തുവാ കാണുന്നത്? ശിഷ്യന്മാരും മയക്കത്തില്ല, അല്ലെ? അപ്പൊ വീണ്ടും കർത്താവ് പറഞ്ഞു, ഉറങ്ങരുത്, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. വീണ്ടും കയറി പോകുന്നു, ഇറങ്ങി വീണ്ടും കാണുന്നത് ഉറങ്ങുന്നു. പലപ്പോഴും ഞാനും നിങ്ങൾ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ദേവാലയം വരും മുറുകുന്ന എപ്പോഴാ? പണ്ട് മർത്തോമായിലെ ക്രിസോസ്റ്റം തിരുമേനി കാലം ചെയ്തപ്പോൾ തിരുമേനിയുടെ ചിരിക്കാം ചിന്തിപ്പിക്കാം എന്ന് പറഞ്ഞ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഒരു കഥ ഇപ്രകാരം എഴുതുകയുണ്ടായി. ആ കഥയിൽ ഇപ്രകാരമാണ് പറയുന്നത്. തിരുമേനി അച്ഛനായിരുന്നപ്പോൾ ഒരു ഇടവകി വികാരി സേവനം അനുഷ്ഠിക്കുകയാണ്. അവിടെ ത്രേസ്യാമ്മ ചേട്ടത്തി എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയുണ്ട്. ഇടവകയിലെ സജീവ പ്രവർത്തകയാണ്. രാവിലെ പള്ളി വരും, കൃത്യകാര്യത്തിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യും. ആരാധനയ്ക്ക് ഒരു മുടക്കവും വരുത്തുകയില്ല. അങ്ങനെ തിരുമേനി അച്ഛനായിരുന്നപ്പം ആ വീട്ടിൽ ചെന്ന് അമ്മച്ചിക്ക് 4-5 പശുക്കളുണ്ട്, ആടുമാടുകളുണ്ട്, എല്ലാം ക്രമീകരിച്ചിട്ടാണ് അമ്മച്ചി പള്ളി വരുന്നത്. അങ്ങനെ അച്ഛൻ തിരുമേനി അവരുടെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ ത്രേസ്യാമ്മച്ചി ഒന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണം, അധ്വാനങ്ങളെ കണ്ട് ഇരട്ടിയായി വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ തിരുമേനി ട്രാൻസ്ഫർ ആയിപ്പോയി. ഒരു 5-6 വർഷത്തിന് ശേഷം, അല്ല ഒരു 10-15 വർഷത്തിന് ശേഷം തിരുമേനിയായി മടങ്ങി ഈ വീട്ടിൽ വന്നപ്പോൾ, ഈ ഇടവകയിൽ വന്നപ്പോൾ രാവിലെ കുർബാനയ്ക്ക് ശേഷം ത്രേസ്യാമ്മച്ചി നോക്കിയപ്പോൾ അമ്മച്ചി ദേവാലയത്തിൽ കാണുന്നില്ല. അപ്പം അച്ഛൻ ചോദിച്ചു, തിരുമേനി ചോദിച്ചു അച്ഛനോട്, പഴയ ത്രേസ്യാമ്മച്ചി എന്തി ഇപ്പൊ കാണുന്നില്ല? അപ്പം അച്ഛൻ പറഞ്ഞു, എൻ്റെ തിരുമേനി ഇപ്പൊ പഴയ സാഹചര്യമൊന്നുമല്ല. പണ്ട് 4 പശുവായിരുന്നു, ഇപ്പൊ 12 പശുക്കളായി. പണ്ട് ആട് 2-3 ആയിരുന്നു, ഇപ്പം തൊഴുത്ത് നിറച്ച് ആടുകൾ. അപ്പൊ അമ്മച്ചിക്ക് ഇപ്പം പള്ളി വരാൻ നേരമില്ല. അപ്പൊ തിരുമേനി പറഞ്ഞു, അത് ശരിയല്ലല്ലോ, അപ്പൊ ഒന്ന് പോയി കണ്ടേക്കാന്ന് പറഞ്ഞു. തിരുമേനി കാറൊക്കെ കയറി വീട്ടിൽ ചെന്ന് പഴയ കാലത്ത് ഇറങ്ങുമ്പോൾ മതിലുകളില്ല, ഗേറ്റുകളില്ല, അങ്ങ് കയറുക. ഇപ്പം ഗേറ്റായി, ഗേറ്റിന് അവിടെ വാച്ച്മാനായി, ഭയങ്കര തിരക്കായി. ഇപ്പൊ തിരുമേനി കണ്ട പാടെ അമ്മച്ചി ഓടി വന്ന് തിരുമേനി കൈയൊക്കെ മുത്തി തിരുത്തി. അപ്പൊ തിരുമേനിയോട് അമ്മച്ചി വിശേഷമൊക്കെ ചോദിച്ചു. അവസാനം തിരുമേനി ചോദിച്ചു, പഴയ പോലെ ഇപ്പൊ പള്ളിയിലേക്കൊന്നും വരുന്നില്ല, എന്താ കാരണം? അപ്പം അമ്മച്ചി പറഞ്ഞു, തിരുമേനിയുടെ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന അങ്ങ് പൊലിച്ചു, ഇപ്പൊ പഴയ പോലെ സാഹചര്യമൊന്നുമില്ല, വരാൻ പറ്റാൻ സമയമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞു, ചായ സൽക്കാരൊക്കെ കുടിച്ച ശേഷം തിരുമേനി ഇറങ്ങാൻ നേരത്തെ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ തിരുമേനി പ്രാർത്ഥിച്ചു. ത്രേസ്യാമ്മ ചേട്ടിക്ക് കൊടുത്ത കുറച്ച് സുഖ സൗകര്യങ്ങൾ അല്പം അങ്ങ് തിരിച്ച് എടുത്തോണം. അപ്പൊ തിരുമേനി ചിരിച്ചോണ്ടാണ് പറയുന്നത്. കാരണം സുഖ സൗകര്യങ്ങൾ, ധനസമ്പത്തുകൾ കൂടിയപ്പോൾ അമ്മച്ചിക്ക് പള്ളി വരാനും ആരാധിക്കുവാനും ദൈവത്തെ അറിയുവാനും സമയം ഇല്ലാതെ പോയി. അതുകൊണ്ട് അതിന് അല്പം അങ്ങ് തിരിച്ചെടുത്താൽ പഴയ പോലെ ഇയാൾ പള്ളി വരും, പ്രാർത്ഥിക്കും. അപ്പം നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ബലം കൂടുന്നതും നമ്മുടെ തെറ്റുകൾ തിരുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നതും നാം ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ചെന്ന ശേഷമാണ്. നമ്മളോടിപ്പം ഒരു ഡോക്ടർ പറയുകയാണ്,
ഇപ്പം എല്ലാ വീട്ടിലും ഷുഗർ പ്രഷറൊക്കെ ഉണ്ട്. ഈ കാണുന്ന മഞ്ഞ ഗുളിക ആഹാരത്തിന് 10 മിനിറ്റ് മുമ്പ് നിശ്ചയമായിട്ടും കഴിക്കണം. ചുമല ഗുളിക ആഹാരത്തിന് 10 മിനിറ്റ് ശേഷം കഴിക്കണം. കഴിക്കുമോ? അലാറം വെച്ചാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കഴിക്കും. എന്തുകൊണ്ടാ? നാളത്തെ പ്രഭാതം കാണണ്ടേ, അതിനുവേണ്ടി. പക്ഷേ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ്, ദൂരയാത്ര കഴിഞ്ഞ് മടങ്ങി തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കാൻ സമയം കിട്ടിയില്ല. പ്രാർത്ഥിക്കൂ? കിടക്കെ ഇരുന്നുകൊണ്ട് ഇന്ന് ഫുൾ യാത്ര, രാവിലെ ഇറങ്ങിയ യാത്ര ക്ഷീണമാ, ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടങ്ങ് കിടന്നേക്കാം. അപ്പം കോംപ്രമൈസ് ആരോടാ? ദൈവത്തോടാ. എന്താ കാരണം എന്നറിയോ? അതിന് മറുപടി തിരുമേനി പറയുന്നുള്ളേ. എന്താ കാരണം? തിരുമേനി ചോദിക്കുവോ, അല്ലെങ്കിൽ ദൈവം ചോദിക്കുവോ, എന്താണ് നീ ഇന്ന് പ്രാർത്ഥിക്കാഞ്ഞത്? ഇപ്പൊ ദൈവത്തോട് മാത്രം നമ്മൾ എന്തിനും കോംപ്രമൈസ് ചെയ്യും, പക്ഷെ മനുഷ്യരോടുള്ള കോംപ്രമൈസ് നമുക്ക് ഇല്ല. അപ്പൊ ദൈവം നൽകുന്ന ആയുസ്, ദൈവം നൽകുന്ന അവസരം നാം ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോൾ, ദൈവത്തിന് നാം പ്രയോജനപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും. ആ ഒരു മാറ്റമാണ് ഈ ദാരിവേശ് രാജാവിന് ഇവിടെ ഉണ്ടായത്. അതിന്റെ 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ അദ്ദേഹം ഉപവസിച്ച് പ്രാർത്ഥിച്ച് രാത്രി കഴിച്ചു കൂട്ടിയ ശേഷം അദ്ദേഹം നന്നേ രാവിലെ എണിച്ച് ഗുഹയിലേക്ക് ഓടിയിട്ട് ദാനിയേലേ ദാനിയേൽ എന്ന് ചെറിയ ശബ്ദത്തിൽ വിളിച്ചു. എന്തിനു വേണ്ടിയാ? ദാനിയേൽ അവിടെ ഉണ്ടോ എന്നറിയാം. അപ്പൊ ദാനിയേൽ പറഞ്ഞു, സിംഹങ്ങളൊന്നും എനിക്ക് കേട് വരുത്തിയിട്ടില്ല. ബാക്കി കഥയെല്ലാം നിങ്ങൾക്കറിയാം. അവർ ദാനിയേലിന് സിംഹങ്ങളെ ഉപവാസം പഠിപ്പിച്ചെന്നൊക്കെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിലുപരിയായി ആ ദാരിവേശ് രാജാവ് പ്രാർത്ഥിച്ചത്, ഉപവസിച്ചത് ഈ ദാസനെ രക്ഷിക്കാൻ വേണ്ടിയാണ്, ചെയ്ത തെറ്റുകളെ ഒന്ന് തിരുത്താൻ വേണ്ടിയാണ്. താൻ ചെയ്ത പ്രവൃത്തി, താൻ ചിന്തിച്ച കാര്യങ്ങളെല്ലാം തെറ്റാകുന്നു എന്ന് മനസ്സിലായപ്പോൾ തിരിച്ചു വരാൻ അദ്ദേഹത്തിന് തോന്നി, തിരിച്ചു വരാൻ അദ്ദേഹം ശ്രമിച്ചു. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്കൊന്ന് തിരിച്ചു വരണ്ടേ, മടങ്ങി വരണ്ടേ? മടങ്ങി വരങ്ങി നാം ചെയ്ത തെറ്റുകളെ നാം ഒന്ന് തിരിച്ചറിയണം. അവിടെ രാജാവ് നീതി പുലർത്തി ആരോടാ? ആദ്യം ദൈവത്തോട്. കാരണം താൻ ചെയ്ത തെറ്റ് ശരിയാണ് അല്ലെ ശരിയല്ല എന്ന് തോന്നി അത് തിരുത്താനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായി. രണ്ടാമത് നീതി പുലർത്തിയത് ദാനിയേലിനോടാണ്. കാരണം താൻ ഇത്ര നാൾ വിശ്വാസത്തോടെ തന്നെ സേവിച്ച ഒരു ദാസനെ മരണത്തിലേക്ക്, ഒരു കാരണം കൂടാതെ മരണത്തിലേക്ക് താൻ മൂലം അവൻ നയിക്കപ്പെടുകയാണ്. ആ മരണത്തിൽ നിന്ന് അദ്ദേഹത്തിന് ജീവനിലേക്ക് അദ്ദേഹം നയിക്കുകയാണ്. മൂന്നാമത് ആ ജനത്തോട്, രാജ്യത്തോട്. ഇപ്പം നാം തെറ്റ് തിരുത്തി മടക്കി വരുമ്പോൾ നാം ആരോടൊക്കെ നീതി പുലർത്തും? ഒന്ന് ദൈവത്തോട്. കാരണം എന്താ? ദൈവം നമ്മളെ സ്വന്തം സ്വരൂപത്തിലും ഛായയിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു തെറ്റുപോലും നമ്മുടെ ഭാഗത്ത് വരാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് നാം ദൈവത്തോട് നീതി പുലർത്തുന്നത്. രണ്ടാമതോ സഹജീവികളോട് നാം നീതി പുലർത്തും. മൂന്നാമത് സ്വയമുള്ള നീതി. ഞാൻ ചെയ്ത തെറ്റാകുന്നെന്ന് നമുക്ക് സ്വയം മനസ്സിലായി കഴിഞ്ഞാൽ നാം സ്വയമായിട്ടൊന്ന് നീതി പുലർത്തുവാൻ ശ്രമിക്കും. 3 ഭാഗങ്ങളായിട്ടാണ് പറഞ്ഞത്. ആദ്യം ദാരിവേശ് രാജാവ് ഒരു നല്ല ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവിധമായ കഴിവുകളുണ്ട്. തൻ്റെ രാജ്യഭരണത്തിന്റെ എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് നടക്കേണ്ടതിന്, ക്രമമായിട്ട് പോകേണ്ടതിന് അദ്ദേഹം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ദൈവവുമായി സംവാദം നടത്തുന്നു. എല്ലാ കാര്യമൊക്കെ ചെയ്ത് ജനവുമായി സംവാദം നടത്തി എല്ലാം ഭംഗിയായി കൊണ്ടുപോകുന്ന ആ ദാരിവേശ് രാജാവ് ഒരു ഇടക്കാലമായപ്പോൾ വ്യാജമായ പ്രശംസയിൽ അദ്ദേഹം വഴിവിട്ടു പോവുകയാണ്. ഇപ്പം നമ്മുടെ ജീവിതമാണ് യാത്രയിൽ. നമ്മുടെ ജീവിതം തുടങ്ങുന്നത് 3 അക്ഷരത്തിലല്ലേ? ജനം എന്ന വാക്കിൽ തുടങ്ങും. അവസാനിക്കുന്നതോ അത് 3 അക്ഷരമാണ്, മരണം. അതിന് ഇടയിലുള്ള 3 അക്ഷരമാണ് ജീവിതം. ആ 3 അക്ഷരത്തിലുള്ള കളിയാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. ഇന്നുറങ്ങി നാളെ നമ്മൾ ഉണ്ടോ എന്നുള്ള ബോധ്യം നമുക്ക് ഇല്ല. പക്ഷേ നമ്മുടെ പരാക്രമം കണ്ടാലോ, സംസാരം കണ്ടാലോ, യഥാർത്ഥത്തിൽ നാം നമ്മെ തന്നെ ഒന്ന് തിരുത്തേണ്ടിയ സമയമായിരിക്കുന്നു. അത് ഈ ഒരു തിരുത്താണ് ദാരിവേശ് രാജാവ് ചെയ്തത്. കാരണം തനിക്ക് ലഭിച്ചിരുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ദൈവത്തിന്റെ ആണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം തിരിക്കുവാനും തിരുത്തുവാനുള്ള ശ്രമം നടത്തി. അതിൻ പ്രകാരം പുതിയൊരു അനുഭവത്തിലേക്ക് വരുവാനും കൊണ്ടുവരുവാനും അദ്ദേഹത്തിന് സാധിച്ചു. മൂന്നാമത്, വന്ന തെറ്റുകളെ തിരുത്താൻ നാം കടപ്പെട്ടവരാണ്. വന്ന തെറ്റുകളെ നാം തിരുത്തുവാൻ കടപ്പെട്ടവരാണ്. അത് സാധിക്കുമ്പോഴാണ് മടങ്ങി വരും നമുക്ക് സാധ്യമാകുന്നത്. കർത്താവിന്റെ ജനന പെരുന്നാളോട് അടുത്തു വരുന്ന ഈ സാഹചര്യത്തിൽ കർത്താവിനെ കാണാൻ, ക്രിസ്തു അല്ലെങ്കിൽ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്ന വിദ്വാൻമാർ ചെയ്ത എന്തുവാ? അവരുടെ മനസ്സിലെ സങ്കല്പമായിരുന്നു ഒരു രാജാവാണ് ജനിക്കുന്നത്, രക്ഷകനാണ് ജനിക്കുന്നത്. ആദ്യം കൊട്ടാരത്തിൽ പോയി അന്വേഷിച്ചു, അവിടെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. പിന്നെ വീണ്ടും മടങ്ങി വന്ന് കുഞ്ഞിനെ കണ്ടപ്പോൾ മാലാഖമാർ വന്നു, വന്ന വഴി നിങ്ങൾ പോകരുത്, സഞ്ചരിക്കരുത്, മറ്റു വഴിയെ നിങ്ങൾ സ്വന്തം
ദേശത്തേക്ക് പോകണം. അവിടെ രാജാവ് പറയുന്നുണ്ട്, നിങ്ങൾ കുഞ്ഞിനെ കണ്ട് മടങ്ങി വന്ന് എന്നോട് പറയണം. പറയുമ്പോൾ ചിലപ്പോൾ സമ്മാനം കിട്ടും, സുഖസൗകര്യം കിട്ടും, ധനസമ്പത്ത് എല്ലാം കിട്ടും. പക്ഷെ അതൊക്കെ വേണ്ട. വന്ന വഴി ഞാൻ സഞ്ചരിക്കാതെ തിരിഞ്ഞ് വന്ന തെറ്റ് തിരുത്തി പുതിയ വഴിയുടെ സഞ്ചരിക്കുമ്പോൾ എനിക്ക് ആ സുഖസൗകര്യങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുക. അതുകൊണ്ടാണ് സ്ലീബ നമസ്കാരത്തിന്റെ പ്രഭാതത്തിന്റെ കോലയിൽ അവസാനം വഴി നമ്മൾ പാടുന്നത്, രാജ്യത്തിൻ വാതിൽ ചെറുതാണ്, അതിൽ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? ഉത്സാഹം പോരാ, അത്യുത്സാഹം വേണം. കാരണം കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെയാണ് നാം ഈ സഞ്ചരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതെല്ലാം സഹിക്കാമെങ്കിൽ, അത്യുത്സാഹത്തോടെ നടക്കാമെങ്കിൽ നിത്യമായ സന്തോഷത്തിലേക്ക് നാം ചെന്ന് ചേരും എന്നതിന് സംശയമില്ലാത്ത ഒരു കാര്യം. പക്ഷെ അതിലൂടെ നാം സഞ്ചരിപ്പാൻ കടപ്പെട്ടവരാണ്. നാം ഒരുങ്ങണം. ആ ഒരുക്കത്തിന്റെ അനുഭവത്തിലായാൽ മാത്രമേ നമുക്ക് അതിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ആർക്കു വേണ്ടിയാ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത് സഹജീവികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഉപവസിക്കാനും നാം കടപ്പെട്ടവരാണ്. ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ കൊച്ചുമക്കളൊക്കെ കാണും. കൊച്ചുമക്കളെയൊക്കെ വളർത്തുവാണ് അപ്പച്ചമ്മച്ചിമാരൊക്കെ ഇപ്പോഴത്തെ ജോലി. അപ്പോൾ സന്ധ്യാനമസ്കാരം ഒക്കെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊച്ചുമക്കളൊക്കെ അടിച്ചു പിടിച്ചിരുത്തി എന്നിട്ട് പ്രാർത്ഥിപ്പിക്കും. അമ്മച്ചിമാരായിരിക്കും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത്. കൊച്ചുമകനോട് അല്ലെങ്കിൽ കൊച്ചുമകളോട് പറഞ്ഞ പ്രാർത്ഥന എന്താ? ഞാൻ പറയാം, എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ടാണ് അപ്പച്ചനും അമ്മച്ചിയെ കാക്കണം, പപ്പയും മമ്മിയെ കാക്കണം. എനിക്ക് പഠിക്കാൻ ബുദ്ധി. സ്വാർത്ഥത ആരെ പഠിപ്പിക്കുന്നേ? നമ്മുടെ വീട്ടിൽ തന്നെ പഠിപ്പിക്കുക. നമ്മുടെ വീട്ടുകാരെ മാത്രം കാത്തോളണം, നമ്മുടെ വീട്ടുകാരെ മാത്രം സംരക്ഷിച്ചോണം, വേറെ ആരെയും കാക്കണ്ട. അപ്പൊ കുഞ്ഞ് പറയുന്നത് എന്തുവാ? അപ്പച്ചനമ്മച്ചിയെ കാത്തോണം, അപ്പച്ചനമ്മച്ചിക്ക് എല്ലാ കാര്യം ചെയ്തു. അപ്പം ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറി നാം നമ്മെ തന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണം, പുതിയ സൃഷ്ടിയാവണം. അതിലൂടെ പുതിയ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ ദൈവാനുഗ്രഹം നമുക്ക് നിശ്ചയമായിട്ടും ലഭിക്കും. അവസാനം ഒരു കഥ പറഞ്ഞ് നിർത്തുകയാണ്. കൊറോണ കാലം വന്നപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകാതെ വീട്ടിൽ നിന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് വീട്ടിൽ നിന്ന് പഠിച്ചു. അങ്ങനെ വീണ്ടും സ്കൂൾ തുറന്നപ്പോൾ പുതിയ ബാഗും പുതിയ പുസ്തകവും പുതിയ എല്ലാ കാര്യവും മേടിച്ച് അവൻ സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ അവൻ ചെറിയൊരു ദുശ്ശീലമുണ്ട്. എന്താ ദുശ്ശീലം വെച്ചാൽ, കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പെൻസിലോ റബ്ബറോ പുതിയത് കണ്ട് അവൻ എടുത്തുകൊണ്ട് വീട്ടിൽ വരും, മോഷ്ടിച്ചുകൊണ്ട് വീട്ടിൽ വരും. അപ്പം ആദ്യം അമ്മ കണ്ടുപിടിച്ചു. അമ്മ അവനെ ശകാരിച്ചു, തെറ്റ് ചെയ്യരുത്. അവൻ തിരിച്ചുകൊണ്ട് കൊടുക്കും. പിറ്റേ ദിവസം അവൻ വീണ്ടും ആവർത്തിക്കും. അവന് തുടരെ ആയപ്പോൾ അവന് ക്ലാസ് ടീച്ചർ ഇത് പിടിച്ചിട്ട് ഈ കാര്യം വിളിച്ച് അവൻ്റെ പിതാവിനോട് പറഞ്ഞു. അമ്മമാർ സംസാരിക്കുന്ന പോലെയല്ല പിതാക്കന്മാർ സംസാരിക്കുന്ന നമുക്കറിയാം. ഇച്ചോടെ ഗൗരവം കൂടും. അങ്ങനെ അവൻ അന്ന് വീട്ടിൽ മടങ്ങി വന്നപ്പോൾ അവന് കാപ്പിയും ചായയൊന്നും വേണ്ട, കളിക്കാൻ പോകണ്ട. കാരണം പിതാവിൻ്റെ വരവ് കാത്തിരിക്കുകയാണ്. പിതാവ് അറിഞ്ഞല്ലോ. സന്ധ്യ ആയപ്പോൾ അവൻ്റെ പിതാവ് വന്നു. പിതാവ് വന്ന ശേഷം അവനോട് ചോദിക്കുകയാണ്, ഇന്ന് നിന്റെ സ്കൂളിൽ നിന്ന് എന്നെ ടീച്ചർ വിളിച്ചു, നീ സ്കൂളിൽ എന്താണ് ചെയ്തത്? അപ്പം അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരൻ്റെ പെൻസിൽ നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടു, ഞാൻ അതങ്ങ് എടുത്തു, പിറ്റേ ദിവസം തിരിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ പിതാവ് വളരെ ദേഷ്യത്തോടെ ഒറ്റ സ്വരത്തിൽ പറയുകയാണ്, നിനക്ക് വേണ്ടുന്ന പെൻസില്, റബ്ബർ, കട്ടർ ഞാൻ ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നീ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ട് സ്കൂളിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട്? ഇപ്പം നമ്മൾ നമ്മുടെ പിള്ളേരോട് പറയും, കുഞ്ഞുമോളെ, മോളെ നീ രാവിലെ പള്ളിയിലേക്ക് പൊക്കോ, ഞാൻ പുറകാലെ വന്നേക്കാം. അപ്പൊ പിള്ളേരിക്കും, വൈ ഷുഡ് ഐ, എന്തുകൊണ്ട് ഞാൻ പോണം? പഴയ കാലത്ത് അങ്ങനെയായിരുന്നോ? ആദ്യം അപ്പച്ചനമ്മച്ചിമാരും മക്കൾ കുടുംബം ഒന്നിച്ച് രാവിലെ പള്ളി വരും. ഇപ്പൊ വീട്ടിലാരും ഇല്ല. ഇപ്പോഴോ? ഇപ്പൊ നമ്മുടെ വരും തലമുറയ്ക്ക് പലപ്പോഴും നമ്മൾ തന്നെയാണ് ഒരു പാഠപുസ്തകമായി തീരുന്നത്. അങ്ങനെ ആകാതെ പുതിയൊരു അനുഭവത്തിലേക്ക് പോകുവാനും സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.